നല്ലൊരു പ്ലാനിന്റെ ആവശ്യകത ഉം. എന്താണെന്ന് നമുക്ക് അറിയാം. പക്ഷേ ഉം. ഈ പലർക്കും അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കും. നല്ലൊരു പ്ലാനിന്റെ ആവശ്യകത ഉം. എന്താണ്? അല്ലെങ്കിൽ എന്തൊക്കെ പ്ലാൻ നമുക്കൊരു വീട് കൺസ്ട്രക്ഷന് മുന്നേ നമ്മൾ കയ്യിൽ കരുതണം, അല്ലെങ്കിൽ ബിൽഡറെ ഏൽപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ച് പറയാമോ? പ്ലാന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കാറ്റിൻ്റെ സഞ്ചാരം തൊട്ട് തുടങ്ങാം. ഇപ്പോൾ പുതിയ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എനർജി സേവിങ് ഗ്രീൻ ബിൽഡിങ്സ് എന്നൊക്കെ പറയുന്നത് അത് ഗവൺമെൻറ് ഇൻസിസ്റ്റ് ചെയ്യുന്ന ലോ ആണ്. അല്ലാതെ തന്നെ പണ്ടേ നമ്മുടെ വാസ്തുശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ പകല് നമ്മൾ വെളിച്ചമില്ലാതിരിക്കാൻ പറ്റുക എന്നുള്ളത്. നമ്മളിപ്പോൾ ഈ റൂം തന്നെ വെളിച്ചം അങ്ങനെ വേണ്ട, ഉം. നമുക്കല്ലാതെ തന്നെ നാച്ചുറൽ വെന്റിലേഷനും ഉം. കാര്യങ്ങളുണ്ട്. അതെ. ആ രീതിയിൽ തിങ്ക് ചെയ്യണമെങ്കിൽ പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാറ്റ് ഏത് ഡയറക്ഷനിൽ വരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഈ മെറ്റീരിയൽ കോസ്റ്റിൻ്റെ കേസിൽ നമ്മൾ ഓരോ മെറ്റീരിയലും എക്സാമ്പിൾ ഇപ്പോൾ ജോയിനറി ആയിക്കോട്ടെ, ഗ്ലാസിൻ്റെ ഏരിയ ആയിക്കോട്ടെ, അതുപോലെ കോമൺ യൂട്ടിലിറ്റി റൺ ചെയ്യുന്നതിന് പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കിച്ചണിൻ്റെ സ്പേസ് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചൺ, ഈ നമ്മുടെ വാട്ടർ ലൈന്, അതുപോലെ ഇലക്ട്രിസിറ്റി എടുക്കുക, ഇതിനെല്ലാത്തിനും പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.